ഇന്ന് നമ്മൾ ഡെയിലി ലൈഫിന് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന പട്ടുസാരിയൊക്കെ നമ്മൾ ഡ്രൈ ക്ലീനിന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി പോകാറുണ്ടല്ലേ. അപ്പോഴേ ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഡ്രൈ വാഷ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ആറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ആറ്റിയെടുക്കുമ്പോൾ ഒരു കയ്പ്പ് ചവ വരാറുണ്ടല്ലേ. അപ്പോൾ എന്താ, ഇതുപോലെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ ഇതിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ചൂട് ആറിക്കിട്ടും കേട്ടോ. രാവിലെ ധൃതി പിടിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് പാലൊക്കെ നമ്മൾ തിളപ്പിച്ച് കൊടുക്കുമ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ്. ഇതുപോലെ നമ്മൾ ആ പാൽ ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂൺ ഇറക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ചൂട് തവിഞ്ഞ് കിട്ടും. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള ഉപയോഗമില്ലാത്ത ബോക്സുകൾ ഉണ്ടാവാറുണ്ടല്ലേ. നമ്മൾ പൊതുവേ ഇത് കളയാറാണ് പതിവ്. പക്ഷേ നമുക്ക് ഇതുകൊണ്ടൊരു കിടിലൻ ടിപ്പുണ്ട്. ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ബോക്സിന് മുകളിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ഈ ബോക്സ് സ്റ്റഡി ടേബിളിൻ്റെ സൈഡിലോ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ സൈഡിലോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. കുട്ടികൾ പൊതുവെ പെൻസിലൊക്കെ ഷാർപ്പൻ ചെയ്യുന്ന ടൈമിൽ വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ കളയാറാണ് പതിവ്. ഒന്ന് ട്രെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ആ വേസ്റ്റ് ഈ ഒരു ബോക്സിനുള്ളിലേക്ക് ഇട്ടോളും. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിംഗ് ടേബിളിൽ ഒട്ടിച്ച് വെക്കുന്നതിനകത്ത് നമ്മൾ മുടി കോമ്പ് ചെയ്യുന്ന സമയത്ത് വരുന്ന മുടിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെറിയ ടിപ്പുകൾ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ദിവസം മുറിയൊക്കെ ക്ലീൻ ചെയ്തില്ലെങ്കിലും നല്ല നീറ്റായിട്ട് കിടന്നോളും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. സ്ഥിരമായിട്ട് എനിക്ക് പറ്റുന്ന ഒരു അബദ്ധമായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന് കഴിയുമ്പം ചാവി എടുക്കാനായിട്ട് വലിയൊരു ടാസ്ക്കാണ്. ബാഗിനുള്ളിലുള്ള മുഴുവൻ സാധനങ്ങളും എടുത്ത് പുറത്ത് വെക്കേണ്ടി വരാറുണ്ട്. അപ്പോഴേ എന്നെപ്പോലുള്ളവർക്കാണ് ഈ ഒരു ടിപ്പ്. നമ്മൾ ബാഗിലേക്ക് ചാവി വെക്കുന്ന സമയത്ത് ഇതുപോലൊരു സെറ്റി പിന്ന് ബാഗിനുള്ളിൽ കുത്തി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചാവി കൊളുത്തി ഇടുവാണെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് വീടിൻ്റെ ചാവി എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ബാഗിൽ മൊബൈൽ വെച്ചുകൊണ്ട് പോകുന്നവരാണെങ്കിൽ ചാവിയുമായിട്ട് ഉരഞ്ഞിട്ട് മൊബൈലിൻ്റെ സ്ക്രീനിൽ സ്ക്രാച്ചസ് വരാറുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. സ്ഥിരമായിട്ട് നമ്മൾ വെള്ളം കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ തുറക്കുന്ന സമയത്തൊരു സ്മെല്ല് വരാറുണ്ടല്ലേ. എത്ര നമ്മൾ ബ്രഷ് ഇട്ട് കഴുകിയാലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ അടുത്തത്. ഈ ഒരു ബോട്ടിലിൻ്റെ ഉൾവശം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല പോലെ അഴുക്കുണ്ട്. നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകിയാലും അത് ക്ലീൻ ആയിട്ട് കിട്ടില്ല. അപ്പോൾ എന്താ, ഇതുപോലെ കുറച്ച് അരി ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഉപയോഗിച്ച് നല്ല പോലെ കുലുക്കി കഴുകി എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലും മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകിയിട്ട് ക്ലീൻ ആകാത്ത ഭാഗത്തുള്ള അഴുക്കും മാറിക്കിട്ടും. അരി ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഒന്നുകൂടെ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് അടച്ച് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ബോട്ടിലുകൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അടുത്ത ടിപ്പ്, നമ്മൾ ബ്രെഡൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു ടൊയിൻ കിട്ടാറുണ്ടല്ലേ. പൊതുവേ നമ്മളിത് കളയാറാണ് പതിവ്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് ബോട്ടിലിൽ നിറച്ചതിന് ശേഷം അധികം വരുന്നത് നമ്മൾ ഇതുപോലെയുള്ള ഫുഡ് ലോക്കിംഗ് ക്ലിപ്പുകൾ വാങ്ങിച്ചിട്ട് അടച്ചു വെക്കാറാണ് പതിവ്. ഇത്തരത്തിലുള്ള ക്ലിപ്പുകൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ബ്രെഡിൻ്റെ പാക്കറ്റിൽ കിട്ടുന്ന ആ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ കെട്ടി വെക്കുകയാണെങ്കിലും ഈ ഒരു പാക്കറ്റിനുള്ളിലേക്ക് എയർ കടക്കത്തില്ല. നമ്മൾ എത്ര നാൾ കഴിഞ്ഞെടുത്താലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ചാർജറും കേബിളുമൊക്കെ നല്ല പോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ആ ബ്രെഡിൻ്റെ പാക്കറ്റിൻ്റെ കൂടെ വരുന്ന ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലിരുന്നോളും കേട്ടോ. ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബാഗിൽ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അടുത്ത 2-3 ടിപ്പുകൾ സാരിയുടെയാണ് കേട്ടോ. എല്ലാ സ്ത്രീകളും ഒരു പ്രാവശ്യമെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമ്മൾ സാരിയിലായാലും ഷോളിലായാലും പിന്നു കുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റക്കായി അവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മളത് ഊരിയെടുക്കുന്ന സമയത്ത് കീറിപ്പോവാറുണ്ടല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പിന്ന് കുത്തുന്നതിന് മുമ്പ് ചെറിയ ഒരു പൊട്ട് ഈ ഒരു പിന്നിനുള്ളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ സാരിയിലേക്ക് പിന്നു കുത്തുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പൊട്ടില്ലാത്തവരാണെങ്കിൽ ചെറിയൊരു മുത്തെടുത്താലും മതി. ഇതേ പൊട്ട് ഇതുപോലെ ആ ഒരു പിന്നിനുള്ളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ സാരിയിലായാലും ഷോളിലായാലും പിന്ന് കുത്തുകയാണെങ്കിൽ അതവിടെ സ്റ്റക്കാവത്തില്ല. അടുത്ത ടിപ്പ്, ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർ മിക്കവാറും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. രാവിലെ നമ്മൾ സാരി ഉടുക്കാനായിട്ട് എടുക്കുമ്പം അതിൻ്റെ മാച്ചിങ് ബ്ലൗസ് കാണാനുണ്ടാവില്ല. പിന്നെ അത് തപ്പി നമ്മൾ കുറേ സമയം വേസ്റ്റ് ആക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ സാരി നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മാച്ചിങ് ബ്ലൗസ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് മടക്കി വെക്കാവുന്നതാണ്.
ബ്ലൗസ് ഇതുപോലെ ഒന്ന് വിടർത്തിയിട്ടതിന് ശേഷം നമ്മുടെ സാരി ബ്ലൗസിൻ്റെ സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ബ്ലൗസ് 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ച് മടക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് മടക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം മടക്കി സാരിയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കൈയുടെ ഭാഗം ഉള്ളിലേക്ക് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാം. ബ്ലൗസിൻ്റെ 2 സൈഡും സാരിക്ക് മുകളിൽ ഈ ഒരു രീതിയിൽ വച്ചതിന് ശേഷം ബാക്കിയുള്ള സാരി നമുക്ക് ഉള്ളിലേക്കൊന്ന് മടക്കിയെടുക്കണം. ഈ ഒരു രീതിയിൽ 2 സൈഡിൽ നിന്നും നമ്മൾ മടക്കിയെടുക്കുന്നുണ്ട്, മുകളിൽ നിന്നും താഴെ നിന്നും. അപ്പോൾ അത് നല്ലപോലെ ലോക്കായ രീതിയിൽ ഇരുന്നോളും. ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ സാരി ഉടുക്കുന്ന സമയത്ത് മാച്ചിങ് ബ്ലൗസ് അന്വേഷിച്ച് നമ്മുടെ സമയം പോകത്തില്ല. നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ അലമാരയിൽ ഇരുന്നോളും. അടുത്ത ടിപ്പ് നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ പട്ടുസാരികൾ എങ്ങനെ വീട്ടിൽ തന്നെ ഡ്രൈ വാഷ് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഈ 2 സാരികളും ഏകദേശം 10 വർഷത്തിന് മുകളിലായിട്ടോ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും നല്ല പുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പൊതുവേ സാരികൾ ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് പൗഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. പൗഡർ എത്ര എടുത്തിട്ടുണ്ടോ അതേ അളവിൽ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സാരി ടേബിളിൻ്റെ മുകളിൽ വിടർത്തിയിട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബേക്കിംഗ് സോഡയുടെയും പൗഡറിൻ്റെയും മിക്സ് ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി സാരിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് കൊണ്ട് സാരിയിലുള്ള വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ പൗഡർ ഉള്ളത് കൊണ്ട് വീണ്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാരിക്ക് നല്ല മണമായിരിക്കും. ബേക്കിംഗ് സോഡ ഈ ഒരു രീതിയിൽ സാരിയിലേക്ക് ഇട്ട് കൊടുത്തത് കൊണ്ട് സാരി പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാവുന്ന ടിപ്പാണ്. ബേക്കിംഗ് സോഡയുടെ മിക്സ് ഇതുപോലെ സാരിയുടെ മുകളിൽ ഇട്ടതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സാരി എടുത്ത് നല്ല പോലെ ഒന്ന് കുടഞ്ഞ് ഇതിലുള്ള അധികമായിട്ടുള്ള ബേക്കിംഗ് സോഡയും പൗഡറും നമുക്ക് കളയാം. അതിനുശേഷം ഞാനൊരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ ടവലിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു ടവൽ ഉപയോഗിച്ച് നമുക്ക് സാരി ഒന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് സാരി ഒന്നുകിൽ തണലത്തിട്ട് ഉണക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുറിക്കുള്ളിൽ തന്നെ ഫാനിൻ്റെ കീഴിലിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. ഒരിക്കലും ഇത്തരത്തിലുള്ള വില കൂടിയ സാരികൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കരുത് കേട്ടോ. അതിനുശേഷം നമുക്ക് മടക്കി കബോർഡ്സിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു സാരിക്ക് ഒട്ടും തന്നെ ഫെയ്ഡ് ആവാണ്ട് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സാരി അയൺ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അയൺ ബോക്സ് ഡയറക്റ്റായിട്ട് സാരിയിലേക്ക് വെക്കരുത്. ഒരു പേപ്പറിന് മുകളിൽ വെച്ച് വേണം അയൺ ചെയ്തെടുക്കാനായിട്ട്. ഒറിജിനൽ പട്ട് എങ്ങനെ നമ്മൾ വാങ്ങുന്ന സമയത്ത് മനസ്സിലാക്കാം. അതുപോലെ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. ഒരുപാട് പേര് നല്ല കമൻസുകൾ തന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മുടെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇതുപോലെയുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.